Hi friends, welcome back to OET Gino's Info Box. OET related updates and information ആണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ കൂടി കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മിസ്സിസ് റിയ കാരൺ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ടാസ്ക് ലെറ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ്റെ റൈറ്റിംഗ് ടാസ്ക് ആണല്ലോ നമ്മൾ നോർമലി വായിക്കുന്നത്. അപ്പം റൈറ്റിംഗ് ടാസ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് യൂസിങ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ കേസ് നോട്ട്സ് റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ to Miss Richard, a home nurse, informing her of the patient's situation and requesting appropriate care. Address the letter to Miss Neha Richard in Home Nursing Service 67 Beachside Street, Bayview. ഇത്രയാണ് റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റിംഗ് ടാസ്കിൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ടൈപ്പ് ലെറ്റർ ആണ് ഇതെന്നുള്ളത്. ഇതൊരു റെഫറൽ ലെറ്റർ ആണ്. പിന്നെ ഹൂ ഈസ് ദ റെസിപ്പിയൻറ്റ്, ആർക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് മിസ് നേഹ റിച്ചാർഡ്, ഒരു ഹോം നേഴ്സാണ്. പിന്നെ അവരുടെ അഡ്രസ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഹോം നേഴ്സിൻ്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് നേഹ റിച്ചാർഡിനെ ഇൻഫോം ചെയ്യുക പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും അപ്രോപ്രിയേറ്റ് കെയറും റിക്വസ്റ്റ് ചെയ്യാനാണ് ഇവിടെ റൈറ്റിംഗ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാലും പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്താണെന്നുള്ളത് ഇത്രയും മാത്രം വായിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല. സോ നമുക്ക് ഫുൾ ഇതിന് ലെറ്റർ വായിക്കുമ്പോൾ, ഇതിന് മുൻപുള്ള കേസ് നോട്ട്സ് വായിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്താണ് ഇവിടുത്തെ പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേസ് നോട്ട്സ് നോക്കാം. കേസ് നോട്ട്സിൽ ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 3 pages, 2.5 to 3 pages ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അത്യാവശ്യം ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമുക്ക് 180 to 200 വേർഡ്സിൽ ഈ പറയുന്ന റെഫറൽ ലെറ്റർ എഴുതാൻ പറ്റും. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കേസ് നോട്ട്സ് വായിച്ചതിന് ശേഷം റിലവൻറ്റ് പോയിന്റ്സ് ചൂസ് ചെയ്യും. റിലവൻറ്റ് പോയിന്റ്സ് ചൂസ് ചെയ്തതിന് ശേഷം ഓർഗനൈസ് ചെയ്ത് എഴുതുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് 180 to 200 വേർഡ്സിൽ ഈ ലെറ്റർ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് കേസ് നോട്ട്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. കേസ് നോട്ട്സിൽ ഈ ഇപ്പം ഏതൊരു കാൻഡിഡേറ്റും റൈറ്റിംഗ് ടാസ്ക് ചെയ്യുമ്പം ആ കാൻഡിഡേറ്റിന് ആ സിറ്റുവേഷനിൽ എന്താണ് പൊസിഷൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് യു ആർ എ രജിസ്റ്റേർഡ് നേഴ്സ് പ്രിപ്പയറിംഗ് മിസ്സിസ് റിയ കാരൻസ് ഡിസ്ചാർജ്. മിസ്സിസ് കാരൻ ഹാസ് ഹാഡ് എ ലെഫ്റ്റ് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെന്റ്. ഷീ ഈസ് ടു ബി ഡിസ്ചാർജ് ഹോം ടുഡേ വിത്ത് അസിസ്റ്റൻസ് ഫ്രം ഇൻ ഹോം നഴ്സിംഗ് സർവീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. നമ്മൾ ഈ മിസ്സിസ് റിയ കാരൻ്റെ ഡിസ്ചാർജ് പ്രിപ്പയർ ചെയ്യുവാണ്. ഇന്ന് ഈ പേഷ്യൻ്റ് വീട്ടിൽ ഡിസ്ചാർജായി പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഹോം നഴ്സിങ്ങിൻ്റെ അസിസ്റ്റൻസ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ ആണെന്ന് ഈ തുടക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. സോ പേഷ്യൻറ്റിൻ്റെ പേര് മിസ്സിസ് റിയ കാരൻ. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് 65 ക്ലേ ലെയിൻ, വൈറ്റ് ഫോർട്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് 10/8/1956. ഏജ് 65 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. ലിവ്സ് ഇൻ സിംഗിൾ സ്റ്റോറി ഹൗസ് വിത്ത് ലാർജ് ഗാർഡൻ. Utilize cleaning services once a month. Widow with 2 daughters. Live in Clay Lane. 2 sons married with 1 child. Lives in Bake Street. 1 daughter will stay with mother for 1 month post surgery. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ആൻസറിലത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇനി മെഡിക്കൽ ഹിസ്റ്ററിയിൽ ലെഫ്റ്റ് ഹ്യൂമറസ് ഫ്രാക്ചർ ഇൻ 1990 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് ഷോൾഡർ വിച്ച് ഹാസ് നോട്ട് റെസ്പോണ്ടഡ് ടു കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ്, ക്രോണിക് ലെഫ്റ്റ് ഷോൾഡർ പെയിൻ, മൂവ്മെന്റ് ആൻഡ് ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പേഷ്യൻറ്റിന് ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെന്റ് സർജറിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി മനസ്സിലായി. ലെഫ്റ്റ് ഷോൾഡറിന് ക്രോണിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളത് കൊണ്ടും അത് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റിനോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് കൊണ്ടുമാണ് ഈ സർജറി ചെയ്തതെന്ന് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ വായിച്ചതിൽ നിന്ന് മനസ്സിലായി. ഇനി കറൻറ്റ് മെഡിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഓൾട്ടയർ 100 mg ഡെയിലി. അത് ഓൾറെഡി പ്രീ ഓപ്പറേറ്റീവിൽ തന്നെ 14 days ബിഫോർ ദ സർജറി സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പെനഡീൻ ഫോർട്ട് 30/50 mg 2 to 6 hourly PRN കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ ഡയഗ്നോസിസ് ലെഫ്റ്റ് ഷോൾഡർ ഓസ്റ്റിയോ ആർത്രൈറ്റീസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് അതായത് 15/6/2019 അന്നാണ്
ഈ പേഷ്യൻ്റ് സർജറിക്ക് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ചെയ്തത് 15/6/2019 നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ആ ഡേറ്റ് കൊടുത്തിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ലെഫ്റ്റ് ഷോൾഡർ എക്സ്റേസ് കൺഫേം പൊസിഷൻ ഓഫ് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെന്റ്. അപ്പം പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ എക്സ്റേ എടുത്ത് സർജറി ചെയ്ത് ഇത് കൺഫേം ചെയ്തു എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പോസ്റ്റ് ഓഫ് എക്സസൈസ് റെജീം കംപ്ലൈൻറ്റ് വിത്ത് ഫിസിയോതെറാപ്പി, പോസ്റ്റ് ഓഫ് ബ്ലഡ്സ് വിത്തിൻ നോർമൽ ലിമിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓഫ് പെയിൻ മാനേജ്മെന്റ് അനാൾജീഷ്യ ഉണ്ട്. അതുപോലെ തന്നെ കോൾഡ് കംപ്രസ് ലെഫ്റ്റ് ഷോൾഡറിൽ കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് ഷോൾഡറിന്റെ വൂണ്ട് ക്ലീനും ഡ്രൈയുമാണ്. ഡ്രെയിൻ സൈറ്റ്, അപ്പോൾ ഡ്രെയിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഡ്രെയിൻ സൈറ്റ് ക്ലീനും ഡ്രൈയും ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 15/6/2019 എന്ന് പറയുന്ന ഡേറ്റിൽ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം അടുത്ത അവർ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 19/6/2019 പ്ലാൻ ഫോർ ഡിസ്ചാർജ് ഹോം വിത്ത് ഡോട്ടർ ടുഡേ, ഹോം നേഴ്സ് ടു അസിസ്റ്റ് ഹോം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന 19/6/2019 നഴ്സിംഗ് മാനേജ്മെന്റ്, ഫിസിയോതെറാപ്പി മാനേജ്മെന്റ്, പിന്നെ ഡിസ്ചാർജ് പ്ലാൻ, ഇത്രയും ഇൻഫർമേഷൻ ആണ് ഈ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. നഴ്സിംഗ് മാനേജ്മെന്റിൽ ഒബ്സർവേഷൻസ് TPR, BP ഓൾ വിത്തിൻ നോർമൽ റേഞ്ച് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ന്യൂറോവാസ്കുലർ ഒബ്സർവേഷൻസ് കളർ, വാംത്ത്, മൂവ്മെന്റ്, സെൻസേഷൻ, ജസ്റ്റ് അത് അത്രേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓറൽ അനാൾജീഷ്യ എഴുതിയിട്ടുണ്ട്. വൂണ്ട് കെയർ ആൻഡ് ഒബ്സർവേഷൻസ്, കോൾഡ് കംപ്രസ് ഓർ ഷോൾഡർ ബ്രേസ് 4 hours per day, activities of daily living, assistance as required. ഫിസിയോതെറാപ്പി മാനേജ്മെന്റിൽ എക്സസൈസസ് ആസ് പെർ ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെന്റ് പ്രോട്ടോകോൾ, നെക്ക് റേഞ്ച് ഓഫ് മൂവ്മെന്റ് എക്സസൈസസ്, എൽബോ ആൻഡ് ഹാൻഡ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ്, പെൻഡുലാർ ഷോൾഡർ എക്സസൈസസ്, ക്രയോ കഫ് ബ്രാക്കറ്റിൽ അത് കോൾഡ് കംപ്രസ് ആണെന്ന് അവർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 2 to 4 hours per day, ഡിസ്ചാർജ് റിഡക്ഷൻ, ഫോളോ അപ്പ് ഫിസിയോതെറാപ്പി, ഔട്ട് പേഷ്യൻസ് അപ്പോയിൻമെന്റ്സ്, റെഫറൽ ടു കമ്മ്യൂണിറ്റി ഹൈഡ്രോതെറാപ്പി, ഇത്രയും കാര്യങ്ങളാണ് ഫിസിയോതെറാപ്പി മാനേജ്മെന്റിൽ ഈ പേഷ്യന്റിന്റെ റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഡിസ്ചാർജ് പ്ലാനിൽ ഇവർ കൊടുത്തിരിക്കുന്നത് പേഷ്യന്റ് ഡിസ്ചാർജ് എഡ്യൂക്കേഷൻ പോസ്റ്റ് ടോട്ടൽ ഷോൾഡർ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് സെമിക്കോളൻ ഇട്ടിട്ട് ലെഫ്റ്റ് ആംസ്ലിംഗ് ഫോർ 4 weeks, സ്ട്രിക്ട്ലി നോ ലിഫ്റ്റിംഗ് ഫോർ 4 weeks, ഫിസിയോതെറാപ്പി ഔട്ട് പേഷ്യൻസ് 2 times per week plus hydrotherapy 1 time per week, 10 days post-op staples removal, follow-up appointment in orthopedic joint replacement outpatient department, orthopedic joint replacement nurse specialist contactable by calling hospital Monday to Friday for any concerns, referral to in-home nursing service, assist with showering, administration of low molecular weight heparin, ബ്രാക്കറ്റിൽ ക്ലെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, സബ്ക്യൂട്ടേനിയസ് ഫോർ 4 days ആസ് DVTയുടെ എക്സ്പാൻഷൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഡീപ് വെയിൻ ത്രോംബോസിസ്, പ്രോഫൈലാക്സിസ്. ഇത്രയും ഇൻഫർമേഷനാണ് കേസ് നോട്ട്സ് ആയിട്ട് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇത് വായിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സെനാരിയോ എന്താണ്, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും വായിച്ചതിന് ശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഒരു പ്രാവശ്യം വായിച്ചതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും ഒരു കാൻഡിഡേറ്റിന് മനസ്സിലാവണമെന്നില്ല. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 3 times മാക്സിമം 5 times വായിക്കുമ്പോഴാണ് ഒരു ക്വസ്റ്റ്യനിലെ എല്ലാ ഇൻഫർമേഷനും എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയും അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ കേസ് നോട്ട്സ് ആണ് റിലവൻ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഹാബിറ്റ് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി എഴുതി തുടങ്ങുന്നതിലും ഒരുപാട് നല്ലതാണ് നമുക്ക് ലഭിച്ച ക്വസ്റ്റ്യൻ 3 or 4 or 5 times മനസ്സിരുത്തി വായിച്ചതിന് ശേഷം റിലവൻ്റ് പോയിന്റ്സ് എല്ലാം ചൂസ് ചെയ്ത് നല്ലപോലെ പ്ലാൻ ചെയ്തതിന് ശേഷം എഴുതി തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പം നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് എറേഴ്സ് ഒരുപാട് ലെസ് ആയിരിക്കും. ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഡെഫിനറ്റ്ലി ചില കുട്ടികൾക്ക് മനസ്സിലാവും പെട്ടെന്ന്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണം എന്നില്ല. സോ ഒരു പ്രാവശ്യം വായിച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ഇൻഫർമേഷൻ ലെറ്റർ ഫോർമാറ്റിലോട്ട് എഴുതാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മിസ്റ്റേക്സിന്റെ എണ്ണം എപ്പോഴും കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് 3 or 4 times വായിച്ച് റിലവൻ്റ് പോയിന്റ്സ് ചൂസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് എഴുതുന്നത് തന്നെയാണ് മിസ്റ്റേക്സിന്റെ നമ്പർ കുറയ്ക്കാൻ നല്ലത്.
ഇനിയിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലെറ്റർ നമ്മൾ ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി റൈറ്റിംഗ് ടാസ്ക് മാത്രം വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടൈപ്പ് ഓഫ് ലെറ്റർ റഫറലാണെന്ന് നമുക്ക് മനസ്സിലായി. റെസിപ്പിയന്റ് മിസ് നെഹ റിച്ചാർഡ് ഒരു ഹോം നേഴ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പക്ഷെ അവിടെ എക്സ്പ്ലെയിൻ ദ പേഷ്യൻസ് സിറ്റുവേഷൻ ആൻഡ് റിക്വസ്റ്റിംഗ് അപ്രോപ്രിയേറ്റ് കെയർ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇൻഫർമേഷൻ ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞിരുന്നു പർപ്പസ് ഓഫ് ദ ലെറ്റർ ഈ ഒരു പെർട്ടിക്കുലർ റൈറ്റിംഗ് ടാസ്ക് വായിക്കുന്നതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കേസ് നോട്ട്സ് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ ഈ ഡിസ്ചാർജ് പ്ലാന്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെഫറൽ ടു ഇൻ ഹോം നഴ്സിംഗ് സർവീസ്, അസിസ്റ്റ് വിത്ത് ഷവറിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് LMWH, അത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ ലെറ്ററിന്റെ പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് റിലവന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇവിടെ റിലവന്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് പേഷ്യന്റിന്റെ പേര് മസ്റ്റായിട്ടും നോട്ട് ചെയ്യണം. ദെൻ ഏജ് 65 ആണ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ നമുക്ക് പേഷ്യന്റ് സിംഗിൾ സ്റ്റോറി ഹൗസ് വിത്ത് എ ലാർജ് ഗാർഡനിൽ ലിവ്സ് എലോൺ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. കാരണം അവിടെ വേറൊരാൾ കറന്റ് പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യാനില്ല. ബട്ട് എനിവേ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ 1 month ഒരു ഡോക്ടർ കൂടെ സ്റ്റേ ചെയ്യുന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതും റിലവന്റ് പോയിന്റ്സിൽ വരുന്ന കാര്യമാണ്. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററിയിലോട്ട് നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഹ്യൂമറസ് ഫ്രാക്ചർ 1990 ഉണ്ടായതെന്ന് പറയുന്നത് ഇപ്പോൾ റിലവന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റി അവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം റിലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. സോ നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇനി കറന്റ് മെഡിക്കേഷനിൽ വോൾട്ടയർ 100 mg എഴുതണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് പ്രീ ഓപ്പറേറ്റീവ് പീരീഡ് ഇറ്റ്സെൽഫ് 14 days ബിഫോർ ദ സർജറി അത് സ്റ്റോപ്ഡ് ആയിരുന്നു. എന്നാൽ പെനഡീൻ ഫോർട്ട് ഇപ്പം PRN ബേസിസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് എഴുതാവുന്നതാണ്. കാരണം ഈ ഹോം നേഴ്സ് ആയിട്ട് വരുന്ന നേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ പേഷ്യന്റിന് പെയിൻ ഉണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് എടുക്കാം എന്നുള്ളത്. ഇനി അഡ്മിഷൻ ഡയഗ്നോസിസ് ലെഫ്റ്റ് ഷോൾഡർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇനി 15/6/2019 അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനിൽ പേഷ്യന്റ് ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ എക്സസൈസ് പ്രോഗ്രാമുമായിട്ട് കംപ്ലൈന്റ് ആയിരുന്നു എന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ, അനാൽജീഷ്യ ആൻഡ് കോൾഡ് കംപ്രസ് ഒക്കെ വെച്ച് മാനേജ് ചെയ്തു എന്നുള്ളത് എഴുതാം. ലെഫ്റ്റ് ഷോൾഡർ വൂണ്ട് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഇനി 19/6/2019 വരുമ്പം അവിടെ പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് എല്ലാം നോർമലാണ്. അതുപോലെ ന്യൂറോവാസ്കുലർ ഒബ്സർവേഷൻ പ്രത്യേകിച്ച് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. സോ അതൊക്കെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. ദെൻ കോൾഡ് കംപ്രസ് ഓർ ഷോൾഡർ ബ്രേസ് 4 hours ഡെയിലി എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഇൻഫർമേഷനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയിൽ അവരെന്താണോ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. എല്ലാം സെപ്പറേറ്റ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. സോ ഇവിടെ ഫിസിയോതെറാപ്പി മാനേജ്മെന്റിൽ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സസൈസസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ആ എക്സസൈസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് ഇതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഡിസ്ചാർജ് പ്ലാനിലോട്ട് പോകുമ്പം പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഈ ഹോം നേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ മാത്രമാണ് കണ്ടിന്യൂസ് കെയർ ഈ ഹോം നേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡിസ്ചാർജ് പ്ലാനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഒരു ലെറ്റർ എന്ന് പറയുമ്പം ഇത് ശരിക്കും നമ്മളൊരു നേഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഹോം നേഴ്സിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അവിടുത്തെ ഒരു പെർട്ടിക്കുലർ നേഴ്സിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. നമ്മൾ പലപ്പോഴും ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കട്ടെ, നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറെ വേറെ റൈറ്റിംഗ് ടാസ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഹോം ഹെൽപ്പ് സർവീസസ്, അതുപോലെ തന്നെ ഹോം കെയർ പാക്കേജ്, ഹോം കെയർ സർവീസസ് എന്നൊക്കെ പറഞ്ഞ് ചില സമയങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഒരു യൂറോപ്യൻ യൂണിയന്റെ സെറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ ഈ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഈ പേഷ്യന്റിന് കുറച്ച് നാളുകളായിട്ട് ലെഫ്റ്റ് ഷോൾഡർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നതാണ്. കൺസർവേറ്റീവ് മാനേജ്മെന്റ് നോട് ഈ പറയുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റെസ്പോണ്ട് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഈ പേഷ്യന്റിന് ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം പേഷ്യന്റ് വീട്ടിൽ പോകുമ്പോൾ നമ്മളിവിടെ ഒരു ഹോം കെയർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോം നഴ്സിംഗ് സർവീസസിന് വേണ്ടിയിട്ട് ഒരു നേഴ്സിനെ നമ്മളിവിടെ ലെറ്റർ എഴുതുന്നു, റെഫറൽ ലെറ്റർ എഴുതുന്നു. ആ പേഷ്യന്റിനെ അങ്ങോട്ട് റെഫർ ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ സെറ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ ഹോം ഹെൽപ്പ് സർവീസസ് എന്ന് പറയുന്ന ഒരു
രീതിയുണ്ട്. ഹോം ഹെൽപ്പ് സർവീസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നോർമലി ഇപ്പം ഇവിടുത്തെ സെറ്റിംഗ് ഒക്കെ അനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി 21 അവേഴ്സ് ഗവൺമെൻറ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഹോം ഹെൽപ്പ് സർവീസസിൻ്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 21 അവേഴ്സ് പെർ വീക്ക്. അപ്പം 7 ഡേയ്സിൽ ശരിക്കും പറഞ്ഞാൽ 21 അവേഴ്സ് എന്ന് പറയുമ്പം പെർ ഡേ 3 അവേഴ്സ് ആണ് ഒരു പേഷ്യൻറ്റിന് കിട്ടുന്നത്. അപ്പം ആ 3 അവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് മോർണിംഗ് 1 അവർ അസിസ്റ്റൻസ് വേണം, ആഫ്റ്റർനൂൺ 1 അവർ അസിസ്റ്റൻസ് വേണം, അതുപോലെ ഈവനിങ് 1 അവർ അസിസ്റ്റൻസ് വേണമെങ്കിൽ അങ്ങനെ അത് ഡിവൈഡ് ചെയ്തെടുക്കാം. അതല്ല ഈ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയും പ്രിഫർ ചെയ്യുന്നത് 3 അവേഴ്സ് ഡെയിലി അസിസ്റ്റൻസ് അറ്റ് എ സ്ട്രെച്ച് എടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയും നമുക്കത് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഹോം ഹെൽപ്പ് സർവീസസ് 21 അവേഴ്സ് പെർ വീക്ക് എന്നുള്ളത് മുഴുവൻ എടുക്കണമെന്നുള്ള ആവശ്യകതയും ഇല്ല. അതൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇവിടെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തു, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, സർജറി കഴിഞ്ഞു ഡയറക്റ്റ് വീട്ടിൽ പോവുകയാണെങ്കിൽ ഡിസ്ചാർജ് ആകുന്നതിന് മുൻപ് ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരുന്ന യൂണിറ്റിലെ സ്റ്റാഫ് നേഴ്സ് ഒരു റിക്വസ്റ്റ് ഫോം ഉണ്ട് ഹോം ഹെൽപ്പ് സർവീസസിന്. അപ്പോൾ നമ്മൾ അത് ഫില്ലപ്പ് ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ സിഗ്നേച്ചറും പേഷ്യൻ്റ് എന്നോക്കേനെ നമ്മൾ ഇൻഫോം ചെയ്യും, അതുപോലെ പേഷ്യൻറ്റിനെയും ഇൻഫോം ചെയ്യും. അപ്പോൾ എന്നിട്ട് അവരുടെ പേഷ്യൻറ്റിന് സൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്നോക്കെയാണ് സൈൻ ചെയ്യേണ്ടതെങ്കിൽ അവർ സൈൻ ചെയ്തതിന് ശേഷം നമ്മളിത് ഹോം ഹെൽപ്പ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പം അത് അവിടെയുള്ള റെസ്പെക്റ്റീവ് പേഴ്സൺസ് ഈ പറയുന്ന റിക്വസ്റ്റ് അസസ് ചെയ്തതിന് ശേഷം ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കേസ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എത്ര അവേഴ്സ് അവർ റിക്വസ്റ്റ് ചെയ്ത അവേഴ്സ് ഈ പേഷ്യൻറ്റിന് ശരിക്കും ആവശ്യമുണ്ടോ, അസിസ്റ്റൻസ് അത്രയും അവേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എത്ര അവേഴ്സ് ആണ് കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ അത് അപ്രൂവൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നോർമലി ഇവിടെ അയർലൻഡിലെ ഒരു ഹോം ഹെൽപ്പ് സർവീസസിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ കൺട്രിയിലും അതിൻ്റെതായ ഡിഫറൻസസ് അതിനുണ്ടാകാം. ബട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഓക്കെ ഇങ്ങനത്തെ സർവീസസ് ഉണ്ട്, നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയ പേഷ്യൻസിന് ഡിസ്ചാർജ് ടൈമിൽ ഹോം അസിസ്റ്റൻസിന് വേണ്ടി നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ അസിസ്റ്റൻസ്. അപ്പോൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഇവിടെ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ബേസിക്കലി ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനത്തെ സർവീസസ് അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല, പക്ഷേ ഇവിടെ അത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ശരിക്കും ഈ റൈറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ സെനാരിയോ വരുമ്പോൾ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഹോം ഹെൽപ്പ് സർവീസസ് പോകുന്നത്. എന്നാൽ എല്ലാ പ്രാവശ്യവും ചിലപ്പം പേഷ്യൻസ് അപ്ലൈ ചെയ്യുന്നത് ഈ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം ഹെൽപ്പ് സർവീസസിനായിരിക്കണം എന്നില്ല. ചില പേഷ്യൻസ് സ്വന്തം ഇഷ്ടപ്രകാരം പ്രൈവറ്റ് കെയറേഴ്സിനെ വെക്കാറുണ്ട് കേട്ടോ. പ്രൈവറ്റ് കെയറേഴ്സ് എന്ന് പറയുമ്പോഴും അതും ഏതെങ്കിലും ഏജൻസീസിൽ നിന്ന് വരുന്ന കെയറേഴ്സ് ആയിരിക്കും. അപ്പം ആ ഏജൻസിയിലോട്ട് ഓൺ ബിഹാഫ് ഓഫ് പേഷ്യൻ്റ് ചിലപ്പം പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് ആ യൂണിറ്റിൽ ആരാണോ ആ പേഷ്യൻറ്റിൻ്റെ ഇൻചാർജ് ആ സ്റ്റാഫ് നേഴ്സ് ചിലപ്പം ലെറ്റർ എഴുതാറുണ്ട്. അതല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസർ ചിലപ്പോൾ റെഫറൽ ലെറ്റർ എഴുതാറുണ്ട്. ഇതുപോലെ ഈ പേഷ്യൻ്റ് ഇന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോവുകയാണ്, അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഡ്യൂ ഡേറ്റ് ഇന്ന ദിവസമാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് വീട്ടിൽ പോകുമ്പം വീട്ടിൽ ചെന്നതിന് ശേഷം ഇന്ന രീതിയിലുള്ള കെയർ പേഷ്യൻറ്റിന് വേണം എന്നുള്ള രീതിയിൽ ഈവൻ പ്രൈവറ്റ് കെയറേഴ്സിനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നഴ്സിംഗ് ഏജൻസികൾക്ക് കെയറേഴ്സിൻ്റെ ഏജൻസികൾക്കൊക്കെ റെഫറൽ ലെറ്റേഴ്സ് അയക്കാറുണ്ട്. അത് ഏതാണോ സിറ്റുവേഷൻ, അതുപോലെ പേഷ്യൻ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, പേഷ്യൻറ്റിന് ഏത് രീതിയിലുള്ള കെയർ ആണോ വേണ്ടത്, പേഷ്യൻറ്റിന് പ്രൈവറ്റ് കെയറേഴ്സിനെ വെച്ചാൽ അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ പേഷ്യൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയുള്ള ഹോം ഹെൽപ്പ് സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കെയറിൻ്റെ ഒരു പ്രൊവിഷൻ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള കെയർ ആണ് വേണ്ടത് എന്നുള്ളത് ശരിക്കും മൾട്ടി ഡിസിപ്ലിനറി മീറ്റിംഗ് ഓരോ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഏതൊരു ഹോസ്പിറ്റലിലാണെങ്കിലും നടക്കും. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വെച്ചാണ് ഇതിനെപ്പറ്റിയുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. മൾട്ടി ഡിസിപ്ലിനറി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പം ഈ പേഷ്യൻ്റ് ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ പേഷ്യൻ്റാണ്. അപ്പം ഈ പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നത് ഈ പേഷ്യൻ്റ് ഉണ്ടാവും, പേഷ്യൻറ്റിൻ്റെ NOK ഉണ്ടാവും, പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ, അതിൻ്റെ ജൂനിയർ ഡോക്ടേഴ്സ് ആരൊക്കെയാണോ റെസ്പെക്റ്റീവ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺസ് അവരുണ്ടാവും, പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ള യൂണിറ്റിലെ ഇൻചാർജ് അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരുണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ കെയറിൽ ആരൊക്കെയാണ് ഡയറ്റീഷ്യൻ, സംടൈംസ് ഡയറ്റീഷ്യൻസ് ഉണ്ടാവാം,
അതുപോലെ തന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ഉണ്ടാവും. അപ്പം ഈ പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കെയറിൽ ആരൊക്കെയാണോ ഇൻവോൾവ് ആയിരിക്കുന്നത് അവരെല്ലാം കൂടിയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഈ മൾട്ടി ഡിസിപ്ലിനറി മീറ്റിംഗ് ഓൾവേസ് പേഷ്യൻറ്റിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാനും അതുപോലെ എങ്ങനെയാണ് കെയർ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും അതിനനുസരിച്ച് കെയർ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ മൾട്ടി ഡിസിപ്ലിനറി മീറ്റിങ്ങിലാണ് ഈ പറയുന്ന ഹോം ഹെൽപ്പ് സർവീസസിനെ പറ്റി അല്ലെങ്കിൽ എത്രമാത്രം അവേഴ്സ് റിക്വസ്റ്റ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഡിസിഷൻ വരുന്നത്. ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നോർമലി ഹോം ഹെൽപ്പ് സർവീസസ് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ കേസ് നോട്ട് വായിക്കുമ്പം ആദ്യമായിട്ട് ഇങ്ങനെയൊരു സെനാരിയോ വായിക്കുന്ന ആൾക്ക് ഇത്രയും ഇൻഫർമേഷൻ മനസ്സിലാവണം എന്നില്ല. പക്ഷെ നമ്മൾ നോർമലി ഇതുപോലുള്ള വർക്ക് പ്ലേസുകളിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതുപോലെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കെയർ ഫ്രം ദി ബിഗിനിങ്, ഒരു സർജറിക്ക് അഡ്മിറ്റ് ആവുന്നിടം തൊട്ട് സർജറി കഴിയുന്നിടം തൊട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്, അതുപോലെ തന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഡിസ്ചാർജ് ടൈം, ഇനി വീട്ടിൽ പോയി കഴിഞ്ഞ് എന്തൊക്കെ കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു രീതിയിലാണ്. പേഷ്യൻറ്റിന് ആവശ്യമുള്ള കെയർ പ്രയോറിറ്റൈസ് ചെയ്ത് അതെങ്ങനെയൊക്കെയാണോ ഒരു ടീം വർക്കോട് കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്ത് ഈവൻ ഡിസ്ചാർജ് കഴിഞ്ഞു പോലും ഫോളോ അപ്പ് കെയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള സെറ്റിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോളോ ചെയ്തു വരുന്നത്. സോ ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് ഇത്രയും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഫസ്റ്റ് ടൈം ഇതുപോലത്തെ ഇൻഫർമേഷൻ ലിസൺ ചെയ്യുന്നവർക്ക് കുറച്ച് ഇത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിക്കാം. ബട്ട് ഈ രീതിയിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ബേസിക്കലി ഇവിടെ നടക്കുന്നത്. സോ ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ സെനാരിയോ ഇതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഈ ഒരു ലെറ്റർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു എക്സാമ്പിൾ ഞാൻ OET ന്യൂസ് ഇൻഫോ ബോക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഫേസ്ബുക്ക് പേജ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെറ്റർ റിലവൻറ്റ് പോയിന്റ്സ് ചൂസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എങ്ങനെ ഒരു ആൻസർ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ റെഫറൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കേസ് നോട്ട്സ് എല്ലാം കണ്ടു. ഇതിൻ്റെ റിലവൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പം നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് പേഷ്യൻറ്റിന് ഡിസ്ചാർജിന് ശേഷം ഷവറിന് അസിസ്റ്റൻസ് വേണം. അതുപോലെ തന്നെ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ 4 days കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് പ്രൊഫൈലാക്സിസ് ആയിട്ട് ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടും ഇവിടുത്തെ കൺസേൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് രണ്ടും ഇൻട്രൊഡക്ഷനിൽ പർപ്പസ് ഓഫ് ദ ലെറ്റർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാം. ഇനി ചിലർ ഇങ്ങനെയും ചിന്തിക്കാം, ഇവിടെ കണ്ടിന്യൂസ് കെയറിനാണെന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം ഈ പറയുന്ന 2 കാര്യങ്ങൾ, അതായത് ഈ റിലവൻ്റ് ആയിട്ടുള്ള 2 ഇൻഫർമേഷൻ പർപ്പസ് ഓഫ് ദ ലെറ്റർ ആയിട്ട് വരുന്ന കാര്യം ലാസ്റ്റ് മെൻഷൻ ചെയ്താൽ പോരെ എന്നും ചിന്തിക്കുന്നവരുണ്ടാകാം. അങ്ങനെ എഴുതുന്നതും ശരിയാണ്, തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രിയോറിറ്റൈസ് ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇവിടെ എന്തിനാണ് പ്രിയോറിറ്റി എന്ന് കൂടുതൽ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ്റെ കാര്യം, അതുപോലെ തന്നെ അസിസ്റ്റൻസ് ഫോർ ഷവർ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കൈൻഡ് ഓഫ് കെയറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ പർപ്പസ് ഓഫ് ദ ലെറ്റർ ഫസ്റ്റ് തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ അതിനുശേഷം നമുക്ക് പേഷ്യൻ്റ് എന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, ലെഫ്റ്റ് ഷോൾഡർ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മൂലമാണ് അഡ്മിറ്റ് ആയത്, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. ലെഫ്റ്റ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഫിസിയോതെറാപ്പി റെജീം ഉണ്ടായിരുന്നു, അതുപോലെ കോൾഡ് കംപ്രസ്, ഓറൽ അനർജീഷ്യ, അങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം എഴുതിയതിന് ശേഷം ഫിസിയോതെറാപ്പിയുടെ മേജർ ആയിട്ടുള്ള എന്തൊക്കെയാണോ അഡ്വൈസസ് ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഇൻഫർമേഷൻ ഉണ്ട് ഈ പേഷ്യൻറ്റിന്, സോഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം. മെഡിക്കൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഓൾറെഡി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റിയാണ് അവിടെ റിലവൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ പറ്റി പറഞ്ഞത് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞുള്ള പാരഗ്രാഫ് അവിടെ തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ പേഷ്യൻ്റ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാത്തത് മൂലം പേഷ്യൻറ്റിന് സർജറിക്ക് വിധേയമായി എന്ന് പറഞ്ഞ് എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഓർഗനൈസ് ചെയ്ത് എഴുതുമ്പം അങ്ങനെ വായിക്കുമ്പോഴായിരിക്കാം റെസിപ്പിയൻറ്റിന് ഏറ്റവും നന്നായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്ത് ഓക്കെ ഇതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് വായിക്കുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പിന്നെ ഡിസ്ചാർജ് പ്ലാനിലോട്ട് വരുമ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഡിസ്ചാർജ് പ്ലാനിൽ എഴുതേണ്ട ആവശ്യകതയുണ്ട്. കാരണം അതെല്ലാം പേഷ്യൻറ്റിൻ്റെ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആ പറയുന്ന പെർട്ടിക്കുലർ നേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
സോ അതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാം. ദെൻ ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്തിട്ട് യുവേഴ്സ് സിൻസിയർലി എഴുതി നമുക്ക് ഈ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു 2.5 പേജ് ഉണ്ടെങ്കിലും ഇത് നമുക്ക് 180 to 200 വേർഡ്സിൽ ലിമിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ടാണ് കേസ് നോട്ട്സിലാണെങ്കിലും ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ്റെ ആവശ്യകതയൊന്നുമില്ല. റിലവൻറ്റ് പോയിന്റ്സ് ചൂസ് ചെയ്യുന്നതിൽ നമ്മൾ ബ്രില്യൻസ് കാണിക്കണം. അതേപോലെ പ്രിയോറിറ്റൈസ് ചെയ്ത റിലവൻറ്റ് പോയിന്റ്സിനെ ഓർഗനൈസ് ചെയ്യുന്നതിൽ നമ്മൾ ബ്രില്യൻസ് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കിത് 180 to 200 വേർഡ്സിൽ നമുക്കിത് മെൻഷൻ ചെയ്യാൻ പറ്റും. എഴുതി തീർക്കാൻ പറ്റും. ആൻഡ് 40 മിനിറ്റ്സ് ടൈം ലിമിറ്റിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു ലെറ്ററാണിത്. ശരിക്കും ഒരു ലെറ്റർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മിനിമം 10 to 15 മിനിറ്റ്സ് എങ്കിലും റിലവൻറ്റ് പോയിന്റ്സ് ചൂസ് ചെയ്യാനും ആ പോയിന്റ്സിനെ ഏതൊക്കെ പാരഗ്രാഫിൽ എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 25 മിനിറ്റ്സിൽ നമുക്ക് എറർ ഫ്രീ ആയിട്ട് ഒരു ഫോർമൽ ലെറ്റർ എഴുതി പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം മെൻഷൻ ചെയ്തതുപോലെ ഇതിനു മുൻപും വീഡിയോസിൽ റൈറ്റിംഗ് ടാസ്കിൻ്റെ ലെറ്റേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോസ് കാണാത്തവർ കാണുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ OET ജിനൂസ് ഇൻഫോ ബോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.